ഔദ്യോഗികമായി തന്നെ ഇപ്പോൾ പരാതി ലഭിച്ചിരിക്കുകയാണ്. പാലക്കാട് MLA അതീവ ഗുരുതരമായിട്ടുള്ള ഒരു കുറ്റകൃത്യമാണ് ചെയ്തിരിക്കുന്നത്. പെൺകുട്ടിയുടെ പരാതി സംസ്ഥാന ആഭ്യന്തര വകുപ്പ് മന്ത്രിക്ക് തന്നെയാണ്, മുഖ്യമന്ത്രിക്ക് തന്നെയാണ് നേരിട്ട് നൽകിയിരിക്കുന്നത്. ഇതിൻ്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. അടിയന്തരമായി ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്ത് നിയമ നടപടികൾ ശക്തിപ്പെടുത്തണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. ഇവിടെ ഒരു കാര്യം നമ്മൾ വ്യക്തമാവുന്നത്, അനേകം പരാതികൾ ഇത് സംബന്ധിച്ചുണ്ട്. ഒരു പെൺകുട്ടിയുടെ മാത്രമല്ല, നിരവധി പെൺകുട്ടികളെ വളരെ മ്ലേച്ഛമായ രീതിയിൽ പീഡിപ്പിച്ചതിൻ്റെ വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു പൊതുപ്രവർത്തകനിൽ നിന്നും ഒരു കാലത്തും സംഭവിക്കാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് ഒരു MLA എന്നുള്ള നിലയിൽ കോൺഗ്രസിൻ്റെ ഒരു യുവ MLA നടത്തിയിരിക്കുന്നത്. പ്രശ്നം അതീവ ഗൗരവതരമാണ്. ഈ പെൺകുട്ടിയുടേത് മാത്രമല്ല, പേര് പറയാൻ അല്ലെങ്കിൽ പരാതി കൊടുക്കാൻ പല കാരണങ്ങൾ കൊണ്ടും മടിച്ചിരുന്ന നിരവധി പെൺകുട്ടികളുടെ കഥ ആഭ്യന്തര വകുപ്പിന് അറിയാം. പോലീസ് നേരത്തെ തന്നെ ഈ കാര്യങ്ങളെല്ലാം അന്വേഷിച്ചതായിട്ട് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് അത്തരം പെൺകുട്ടികളുടെ പരാതികൾ കൂടി പരിശോധിക്കണം, അത്തരം പരാതികൾ കൂടി രേഖപ്പെടുത്താൻ തയ്യാറാവണം. ഗൗരവമേറിയ ഒരു വിഷയമാണ്. നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിൽ വളരെ മോശം പ്രവണതയാണ് ഒരു MLA യുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. അടിയന്തരമായി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യണം. കോൺഗ്രസിന് എന്തെങ്കിലും ഒരു ധാർമ്മികതയുണ്ടെങ്കിൽ പാലക്കാട് MLA അടിയന്തരമായി രാജിവെപ്പിക്കണം. ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിലിനെ MLA സ്ഥാനം രാജിവെപ്പിക്കാൻ VD സതീശനും ശ്രീ സണ്ണി ജോസഫും തയ്യാറാവണം. കോൺഗ്രസ് എപ്പോഴും ഇത്തരം വിഷയങ്ങളിൽ സ്ത്രീകൾക്കെതിരായി നടക്കുന്ന കടന്നാക്രമണങ്ങളിൽ വലിയ വായിൽ സംസാരിക്കുന്നവരാണ്. ശ്രീ VD സതീശന് തന്നെ നേരിട്ട് അറിയാവുന്ന നിരവധി കേസുകളുണ്ട്. ശ്രീ രാഹുൽ മാങ്കൂട്ടം പീഡിപ്പിച്ച നിരവധി പെൺകുട്ടികളുടെ കാര്യം ശ്രീ VD സതീശന് വർഷങ്ങൾക്ക് മുമ്പേ അറിയാവുന്നതാണ്. അദ്ദേഹത്തിൻ്റെ മുമ്പിലും ഈ പരാതികളെല്ലാം വന്നിട്ടുള്ളതാണ്. കോൺഗ്രസിലെ എല്ലാ നേതാക്കളും ഈ കാര്യങ്ങളെല്ലാം അറിയുന്നവരാണ്. ജനപ്രതിനിധികളായിട്ടുള്ള പല സീനിയർ കോൺഗ്രസ് നേതാക്കളുടെ വീടുകളിൽ പോലും ഗൗരവമേറിയിട്ടുള്ള ഇത്തരം കുറ്റകൃത്യങ്ങൾ നടന്നിട്ടുണ്ട്. ഇതെല്ലാം കോൺഗ്രസ്സിൽ എല്ലാവർക്കും അറിയാം, അങ്ങാടിപ്പട്ടാണ്. പക്ഷേ ഇതുവരെ അവർ പറഞ്ഞിരുന്നത് പരാതിയില്ല 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 എന്നായിരുന്നു. ഇപ്പോൾ പരാതി ലഭിച്ചിരിക്കുന്നു. അടിയന്തര നടപടി മുഖ്യമന്ത്രിയുടെ ഭാഗത്താണ് ഉണ്ടാവേണ്ടത്. എല്ലാ കേസുകളും VD സതീശനുമായി ചേർന്ന് ഒത്തുതീർപ്പാക്കുന്ന ശ്രീ പിണറായി വിജയൻ ദയവായി ഈ കേസെങ്കിലും ഒത്തുതീർപ്പാക്കരുത് എന്നാണ് പൊതുസമൂഹം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് കർശന നടപടി ഇക്കാര്യത്തിൽ ഉണ്ടാവണം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.